സമയത്ത് ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവഭയത്തോടെ കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ചെറിയ സമയത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അടുത്ത ആഴ്ച മുതൽ കൃത്യമായിട്ട് 3 മണി മുതൽ ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരിക്കും. അതുപോലെ മലയാളം സർവീസ് ഈ ഹാളിൽ 4 മണി 4:30 കഴിയുന്ന സമയത്ത് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. കഴിഞ്ഞ 2 ആഴ്ചകളും ചില തിരക്കുകൾ കാരണം നമ്മുടെ ആരാധന ക്രമങ്ങൾക്ക് ഇന്ന് പകലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അടുത്ത ആഴ്ചകൾ മുതൽ കൃത്യമായി നടന്നു വന്നതുപോലെ ആരാധനകൾ ഉണ്ടായിരിക്കും. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കഴിയുമ്പോൾ വ്യാഴാഴ്ച ഡെലിവറൻസ് മീറ്റിങ്ങും ഉണ്ടായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പകലിലും ശാന്തമായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം, വേദപുസ്തകങ്ങളെ തുറക്കാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വേദഭാഗം ഞാൻ വായിക്കുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഒരിക്കൽ കൂടെ വായിക്കുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിക്കുന്നു. മതി. ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ശാന്തമായി ഈ വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് ചില ചിന്തകൾ ദൈവാത്മാവിൽ കൈമാറാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നാം വായിച്ച കുറിവാക്യം വേദപുസ്തകത്തിനകത്ത് ആദ്യത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ അകത്തളത്തിൽ ആദ്യമായി വെളിപ്പെടുന്നൊരു ചോദ്യമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആരോട് ചോദിച്ചു? അവിടെ ഉത്തരം കൃത്യമാണ്. യഹോവയായ ദൈവം ആദാമിനോട് ചോദിച്ച ചോദ്യമാണ് നാം വായിച്ചത്. ശ്രദ്ധിക്കണം. ശാന്തമായി ദൈവസന്നിധിയിൽ നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഒട്ടനവധി ചിന്തയമായ കാര്യങ്ങൾ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് തന്നെ എമ്പിൻ്റെയൊക്കെ ഉൽപ്പത്തിയെ പറ്റി പറയുന്നത് കൊണ്ടാകാം ആമേൻ ഉൽപ്പത്തി പുസ്തകം എന്നൊരു ശീർഷകം അല്ലെങ്കിൽ തലക്കെട്ട് വെളിപ്പെട്ടു വന്നത്. എമ്പിൻ്റെയൊക്കെ ഉൽപ്പത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ഉൽപ്പത്തി അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തിൻ്റെ സകലത്തിൻ്റെയും ഉൽപ്പത്തിയുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ജനനത്തിൻ്റെ ഉൽപ്പത്തി, മരണത്തിൻ്റെ ഉൽപ്പത്തി, മനുഷ്യൻ്റെ ഉൽപ്പത്തി, പാപത്തിൻ്റെ ഉൽപ്പത്തി, ശാപത്തിൻ്റെ ഉൽപ്പത്തി എന്നിങ്ങാതി A to Z എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി വേദപുസ്തകത്തിനകത്ത്, ആ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് അവിടെ കാണുന്നത്. സാക്ഷാൽ യഹോവയായ ദൈവം ആദാമിനോട് ചോദിക്കുന്നു, ആദാമേ നീ എവിടെ? ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. പഴയ നിയമത്തിനകത്ത് ആദാമെന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, സൃഷ്ടിപ്പിൽ ഏറ്റവും മകുട ഉദാഹരണമായി കാണാൻ കഴിയുന്ന മനോഹരമായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലൊന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ആമേൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചാക്കി അവൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ശ്വാസമൂതി. ആമേൻ. ആ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ ശ്വാസം ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവമുണ്ടാക്കി വച്ച ആ സൃഷ്ടിപ്പിൽ വെളിപ്പെട്ടു വന്നപ്പോൾ അവൻ ജീവനുള്ള വേഗിയായി എഴുന്നേറ്റ് വന്നു. ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ പകലിലും നമ്മെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. അമ്മേ, നാം ഏതോ കാലഘട്ടത്തിനകത്ത് പരിണാമമായി വന്നവരല്ല, നമ്മുടെ പിന്നിൽ ചലിച്ചൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ പേർ ചൊല്ലി വിളിച്ച് നമ്മെ സൃഷ്ടിച്ചാക്കിയൊരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഈ പകലും ശ്രദ്ധേയമായ കാര്യം, മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിട്ട് ദൈവം അവനോട് പറയുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചാക്കി ദൈവം മനുഷ്യനോട് പറയുകയാണ്, നീ ഈ ഭൂമിയെ വാഴുക. ദൈവിക അധികാരത്തെ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം ദൈവികമായി മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വാഴ്ചയുടെ അധികാരത്തെ ദൈവം മനുഷ്യനും കൂടെ കൈമാറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ നീ വാഴണം, ഈ ഭൂമിയിലുള്ള സകലത്തെയും നിനക്ക് വാഴാനുള്ള അധികാരം നൽകുകയാണ് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ആക്കി, സത്യമാണ്, ആക്കിയത് എവിടെയാണ്? ഏദേനെന്ന് പറയുന്ന തോട്ടത്തിലേക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദാമിന് വേണ്ടിയുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ പകൽക്കാലം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമുക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ഈ വചനം ധ്യാനിച്ച് ഇവിടെ ദൈവദാസന്മാർ ആരാധിക്കുമ്പോൾ ഞാൻ പുറകിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ഓടി വന്നൊരു ചിന്തയുണ്ട്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ലോകത്തിലെ അപ്പൻ ഒരു കുഞ്ഞ് തനിക്ക് ജനിച്ചു കഴിഞ്ഞാൽ താൻ ആ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുന്നതെല്ലാം ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ്. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ലോകത്തിലെ ഒരു പിതാവ് ഉണ്ടാക്കുന്നത്. ആ കുഞ്ഞിന് വേണ്ടിയുള്ളത്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളത്, ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളത്, ആരോഗ്യത്തിന് വേണ്ടിയുള്ളത് എല്ലാം ഈ ലോകത്തിലെ അപ്പൻ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ ദാണ്ടേ ഒരു സ്വർഗത്തിലെ അപ്പനെ എനിക്കറിയാം. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ആദാം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അവന് വേണ്ടിയുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞു, ദൈവം ഒരുക്കി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഈ 2025 മാർച്ച് മാസത്തിൽ ആത്മമറവിലൊരു ദൂത് കൈമാറാ. ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ ജീവിതം ശൂന്യമാണേൽ, നിന്റെ വിദ്യാഭ്യാസം ശൂന്യമാണേൽ, നിന്റെ കൂടാരത്തിൻ്റെ അവസ്ഥ ശൂന്യമാണേൽ, നിന്റെ തലമുറകളുടെ ഭാവി ശൂന്യമാണേൽ, നിന്റെ തലമുറകൾക്ക് വേണ്ടി കൊടുക്കാൻ നിന്റെ കടം ശൂന്യമാണേൽ, എല്ലാ സാഹചര്യവും പ്രതികൂലമാണേലും ഒരു ഉറപ്പ് ഞാൻ പറയാ, ദൈവം നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ പകൽ മൗനമായിരിക്കരുത്, കാരണം ദൈവിക കരുതൽ അനുഭവിച്ചതുകൊണ്ട് ഈ പകലും നാം ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് പകൽ എത്രയോ രാത്രികളിൽ നാം ചിന്തിച്ചു, നാളത്തെ പകൽ എന്തായിത്തീരും, എൻ്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരും, എൻ്റെ വിദ്യാഭ്യാസം എന്തായിത്തീരും, എൻ്റെ ഫീസ് ആരടയ്ക്ക്, എനിക്ക് വേണ്ടി ആര് കരുത്, എനിക്ക് വേണ്ടി ആര് സംസാരിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി ആര് നിൽക്കുക. ഇന്ന് പകൽ അങ്ങനത്തെ സാഹചര്യങ്ങളുടെ നടുവിൽ അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ ഉറപ്പോടെ പറയാൻ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതിയൊരു സ്വർഗത്തിലെ അപ്പനുണ്ട്. അവൻ ഇന്ന് കരുതിയതല്ല, അവൻ ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അനാദിയിൽ എനിക്ക് വേണ്ടി കരുതിയൊരു കര. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് വായ്കളെ തുറമെൻ്റെ ദൈവത്തിന് ഈ പകൽ നല്ലൊരു ആരാധന കൊടുക്കണം. സ്നേഹിതാ, നീ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ രോഗം
വെളിപ്പെടുന്നതിന് മുമ്പ്, നിന്റെ ജീവിതത്തിൽ കടഭാരം വെളിപ്പെടുന്നതിന് മുമ്പ്, നിന്റെ തലമുറയുടെ ഭാവിയിൽ തകർച്ചകൾ വെളിപ്പെടുന്നതിന് മുമ്പ് അതിനുള്ള മറുപടി എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. അതിനുള്ള വിടുതൽ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. നീ ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ നീ എവിടെ വളരണമെന്ന്, ഏത് രീതിയിൽ ഉയരപ്പെടണമെന്ന്, ഏത് ജോലിയിലിരിക്കണമെന്ന്, ഏത് തരത്തിലുള്ളൊരു ഭാവി നിനക്ക് ലഭിക്കണമെന്ന്, ഏത് രീതിയിലുള്ള മാന്യത നിന്റെ കൂടാരത്തിൽ വെളിപ്പെടണമെന്ന് എൻ്റെ ദൈവം അനാദിയിൽ കണ്ടിട്ടുണ്ട്. ഈ പകൽക്കാലം വിശ്വാസമുണ്ടെങ്കിൽ, അകം തിളയ്ക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ കരമടിച്ച് സ്തുതിച്ചാട്ടെ. ഈ പകൽക്കാലം പറ, ഞാൻ ഇന്ന് പകൽക്കാലം ആരുടെയും മുൻപിൽ കരനീട്ട എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. ആരുടെയും മുൻപിൽ എനിക്ക് വേണ്ടി യാചിച്ചു നിൽക്കേണ്ട ഗതികേട് എൻ്റെ ദൈവം വരുത്തില്ല. കാരണം എനിക്ക് വേണ്ടിയുള്ളതല്ല എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം യെശയ്യാവ് വിളിച്ചു പറയുന്ന പോലെ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പഴയത് കടിഞ്ഞുപോയി. ഈ പകൽ പുതിയത് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലത് ചെയ്യാൻ പോകുക. നിന്റെ കൂടാരത്തിൽ, നിന്റെ ശുശ്രൂഷയ്ക്ക്, നിന്റെ ഭാവിക്ക് വേണ്ടി പുതിയ വാതിലുകൾ ഈ പകൽ എൻ്റെ ദൈവം ഒരുക്കിയത്. ഒരു മനുഷ്യന്റെ കണ്ണിൽ കാണാത്തത്, ഒരു മനുഷ്യന്റെ ചെവി കൊണ്ട് കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, ദൈവിക പദ്ധതിയിലുള്ള ദൈവിക വാതിലുകൾ ഈ പകൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ ഈ ലോകത്തിലെ ഒരപ്പ തൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം പലതും കരുതാൻ ആഗ്രഹിക്കുമ്പോ, ആദാമേ നീ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നിലത്തെ പൊടിയായിരിക്കുമ്പോ, നീ കേവലം ഒരു പൊടിയായിരിക്കുന്നതിന് മുമ്പ് ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് കൈമാറാ. എൻ്റെ ദൈവം ആദാമിന് വേണ്ടി ഒരു തോട്ടത്തെ ഉണ്ടാക്കിയെങ്കിൽ, ആദാമിന് വേണ്ടിയുള്ളതല്ല അവൻ ഉണ്ടാക്കി വെച്ചെങ്കിൽ, ഈ പകൽക്കാല അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു പിണ്ടാകാരമാകുന്നതിന് മുമ്പ്, അനാദിയിൽ ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ഈ പകൽ നമുക്ക് വേണ്ടിയുള്ളത് ഒരുക്കി കഴിഞ്ഞു. നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരത്തെ മാറ്റാൻ വേണ്ടിയുള്ളതെല്ലാം ഈ പകൽ എൻ്റെ ദൈവം ഒരുക്കി കഴിഞ്ഞു. അവൻ ഇന്നലെ ഒരുക്കിയവല്ല, അവൻ ഇന്നലെ ഒരുക്കിയവല്ല. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ ദൂത് കൈമാറാ. ഇന്നലെ ഒരുക്കിയവല്ല, 2 ദിവസം മുമ്പ് ഒരുക്കിയവല്ല. കുഞ്ഞ് നീ ജനിക്കുന്നതിന് മുമ്പ്, മാതാവേ നീ ജനിക്കുന്നതിന് മുമ്പ്, പിതാവേ നീ ജനിക്കുന്നതിന് മുമ്പ്, കൂടപ്പിറപ്പേ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, ദൈവദാസന്മാരെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയുള്ളവല്ല എൻ്റെ ദൈവം ഒരുക്കി കഴിഞ്ഞു. എൻ്റെ ദൈവം എല്ലാം ഒരുക്കി കഴിഞ്ഞു. He is faithful. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ ഒരുക്കി കഴിഞ്ഞു. ഓ വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഈ പകൽ ദൈവിക കരുതലുകൾ ചില കൂടാരങ്ങൾക്കകത്ത് വീണിട്ട്, ദൈവിക കരുതലുകൾ ചില കൂടാരങ്ങൾക്കകത്ത് വീണിട്ട്, രാവിലെ തോറും പുതിയതായ ദൈവത്തിന്റെ വിശ്വസ്തത, പുതുമയുള്ള ദൈവിക വഴികൾ, പുതുമയുള്ള ദൈവിക വാതിലുകൾ ഈ പകൽ നിന്റെ കൂടാരത്തിനകത്ത് വീണിട്ട്, ശൂന്യമായ നിന്റെ അടുക്കളയ്ക്കകത്ത്, ശൂന്യമായ നിന്റെ ജീവിതത്തിനകത്ത് ദൈവിക കരുതലുകൾ ഈ പകൽക്കാലം ആഴമായി വെളിപ്പെടട്ടെ. ഈ പകൽക്കാലം കരുതി ഒരു ദൈവമുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നേ? എന്തിനാ നമ്മൾ ആകുലപ്പെടുന്നേ? നാളത്തെ പകൽക്കാലത്തെ ഓർത്ത് ചിന്തിക്കുന്ന ബമ്മിന ഈ പകൽ ഉറപ്പിച്ചൊരു ദൂത് കൈമാറാ. ജനിക്കുന്നതിന് മുമ്പ് ദൈവം സകലതും കരുതിയിട്ടുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് ദൈവ സകലതും ഒരുക്കിയിട്ടുണ്ട്. നീ പോലും അറിയാത്ത വഴികൾ, നീ പോലും അറിയാത്ത വാതിലുകൾ, നീ പോലും അറിയാത്ത വ്യക്തി ജീവിതങ്ങളെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്.
ഓ ശബരഘടക അർത്ഥമാണ് അസുരഘടകരാജലഘടക അറിയില്ല കേട്ടോ. ദൈവത്തിൻ്റെ കരുതൽ 2025 ആരുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുക. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവിക കരുതലുകൾ മരുഭൂമിയിൽ മോശയുടെ മുൻപിൽ പാറയ്ക്കകത്തിരുന്ന് ജീവജല നദി പുറത്തു വന്നതുപോലെ ആമേ ഒരായുസ് മുഴുവന് മരുഭൂ പ്രയാണം മുഴുവന് ആമെ കുടിക്കാൻ ആവശ്യമായ ജീവജല നദി ആമേൻ അതിനകത്തുനിന്ന് പുറത്തു വന്നതുപോലെ ഈ പകൽക്കാല ആർക്കും തടുക്കാൻ കഴിയാത്തൊരു തീരുഴുക്കിന്റെ കഴുത്തലുകളെ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് തുറക്കുകയാണ്. അപ്പൻ കരുതണ്ട കേട്ടോ, അമ്മ കരുതണ്ട കേട്ടോ. അവരെല്ലാം നീ ജനിച്ചതിന് ശേഷമാ നിനക്ക് വേണ്ടി പലതും കരുതാൻ നോക്കിയത്. ഇന്ന് പകൽക്കാല സകല കരങ്ങളും ശൂന്യമാകുമോ? കലകലമേ സകല കരങ്ങളും പിൻവലിക്കപ്പെടുമ്പോ ഈ പകൽ നീ ജനിക്കുന്നതിന് മുമ്പ് കരുതിയൊരു സ്വർഗത്തിന്റെ കര ഈ പകൽക്കാലം വിശ്വസ്തയോടെ ആത്മമറവിൽ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ ശിരസിന്റെ മേ ഉയർമുമെന്ന് പറയുക. കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഈ പകൽക്കാലം നമ്മൾ എവിടെ ജനിക്കുമെന്നും എവിടെ മരിക്കുമെന്നും എവിടെ ജീവിക്കുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും എത്രത്തോളം വിദ്യാഭ്യാസം വേണമെന്നും എത്ര നല്ല ഭാവി നമുക്കുണ്ടാകണമെന്നും ഇതെല്ലാം എൻ്റെ ദൈവം മുൻനിർമ്മിച്ചതാണ്. അവൻ മുൻനിയമിച്ചതാണ്. അവൻ മുന്നറിഞ്ഞതാണ്. അതുകൊണ്ടാണ് താൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ മനുഷ്യനായ ആദാം ജനിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി ദൈവം ഒരു കോട്ടം കരുതിയിട്ടുണ്ട്. അവന് വേണ്ടി എൻ്റെ ദൈവം ഒരു തോട്ടം സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി മാത്രം ചിലത് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കണം. ആമേ ഭൂമിക്ക് മധ്യേ ആമേൻ ഒരു ഏദേൻ തോട്ടം. വചനം അങ്ങനെയാണ് പറയുന്നത്. ഏദേൻ തോട്ടം അവൻ കൽപ്പിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി മാത്രമായ ചിലത് നീ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം അനാദിയിൽ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി മാത്രമായ ചിലത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പകൽക്കാലം ഉറപ്പിച്ച് പറ, ഞാൻ എവിടെ നിൽക്കണമെന്നും എന്നെ എങ്ങനെ വളർത്തണമെന്നും എന്നെ സൃഷ്ടിച്ചെൻ്റെ ദൈവത്തിനറിയാം. എന്നെ സൃഷ്ടിച്ചെൻ്റെ ദൈവത്തിനറിയാം. ഞാൻ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഞാൻ ഉടഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാനുഷികമായ കരങ്ങൾ എല്ലാം പിൻവലിക്കപ്പെട്ടേക്ക. ഒരു മനുഷ്യന് ആമെ ദയ തോന്നാത്തക്ക രീതിയിൽ ഒന്നും എന്നെ കാണില്ല. ഈ പകൽക്കാലം എല്ലാ മനുഷ്യനും എനിക്കെതിരായി മാറിയാൽ ഈ പകൽക്കാലം ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ച നാളിൽ അവൻ എനിക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്, ചിലത് സൃഷ്ടിച്ചാക്കിയിട്ടുണ്ട്. ആ ദൈവിക പദ്ധതി വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോകില്ലെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി എൻ്റെ ദൈവത്തിനൊരു ആരാധന കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ ആത്മനിറവിൽ ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആദാമിന് വേണ്ടിയുള്ളതെല്ലാം ദൈവം ഒരുക്കി, എല്ലാം ഒരുക്കി. ബിക്കോസ് ഈസ് എ സൺ ഓഫ് ഗോഡ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ആദാം ദൈവത്തിൻ്റെ മകൻ. വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിനകത്ത് ഒരിടത്ത് മാത്രം പറയുന്നുണ്ട് വ്യക്തമായി ആദാം ദൈവത്തിൻ്റെ മകനെന്ന്. സുവിശേഷങ്ങളിൽ ഒരിടത്തു മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈ ഇറ്റ് ഹാപ്പൻ? എന്തുകൊണ്ട്? കാരണം ദൈവഹൃദയത്തിൻ്റെ ദൈവിക പദ്ധതിക്കകത്ത് ദൈവം കരുതിയ ദൈവത്തിൻ്റെ മകൻ, അവന് വേണ്ടിയുള്ളതെല്ലാം ദൈവം ഒരുക്കി. എല്ലാവർക്കും ദൈവം ഒരുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നടക്കുന്ന അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ
പുതുനിയമത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച പുതുനിയമത്തിലെ മക്കളാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതിയിട്ടുണ്ട്. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയിട്ടില്ലെന്നല്ല, അവർ ദൈവത്തെ മറന്നു പോകുമ്പോൾ ദൈവിക കരുതലുകൾ അവരിൽ നിന്ന് അകന്നു പോകും. എന്നെ കേൾക്കുന്നവരുണ്ടോ? ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ കരുതലുകൾ നമ്മിൽ നിന്നകലും. ദൈവത്തെ മറക്കുമ്പോൾ ദൈവം തുറന്ന വാതിലുകൾ ദൈവം തനിയെ അടയ്ക്കും. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച വലിയ ദൈവിക പദ്ധതികൾ നിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടും. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാം. ആദാമിനെ ദൈവം സൃഷ്ടിച്ചു, സത്യമാണ്. ആദാമിന് തോട്ടം നൽകി, സത്യമാണ്. ആ തോട്ടത്തിൽ വാഴാനുള്ള അധികാരം കൊടുത്തു, സത്യമാണ്. അടുത്ത് വചനം പറയുന്നു, ആമേ, അവിടെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ആദാമേ, നീ ഇവിടെയൊക്കെ വാണോ, പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ രണ്ട് വൃക്ഷമുണ്ട്, അത് നിനക്ക് ഭക്ഷിച്ച് കഴിക്കാൻ പ്രമാണമില്ല എന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പന. ദൈവിക കൽപ്പന ആദാമിൻ്റെ മുൻപിൽ വയ്ക്കുകയാണ്. എല്ലാം ദൈവം അവന് കൊടുത്തെങ്കിലും ചിലതിനെ ദൈവം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ഈ തലമുറയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയരെ, ലോകത്തിൻ്റെ മുൻപിൽ ദൈവം ചിലതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവം ചെയ്യരുതെന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ, ദൈവം ചെയ്യരുതെന്ന് പറയുന്ന ചിലതുണ്ടെങ്കിൽ, അത് എന്തെന്നറിയാമോ, അത് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാകും. അമ്മേ, മിന്നിൽ ദൈവിക പദ്ധതി അകറ്റുന്നതിലേക്ക് കൊണ്ടുപോകും. ആ വഴികൾ വാതിലുകൾ. ആമേൻ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ആദാമിനോട് തിന്നരുതെന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദാം, എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആദാം ഒന്ന് ഉറങ്ങി. ഹൗവാമ്മച്ചി സർപ്പത്തിൻ്റെ വാക്ക് കേട്ടു. സർപ്പത്തിൻ്റെ വാക്ക് കേട്ടു. ഹൗവ പഴം പറിച്ചു. ഹൗവ ഭയം ഭക്ഷിച്ചു. ഹൗവ പഴം ഭക്ഷിച്ചതും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഹൗവ അമ്മച്ചിയുടെ കണ്ണ് തുറന്നു. ഹൗവ അമ്മച്ചിക്ക് മനസ്സിലായി, തേജസ്സിൻ്റെ വസ്ത്രമൊക്കെ പോയി, ദൈവസാന്നിധ്യമൊക്കെ പോയി, ദൈവിക മഹത്വമൊക്കെ പോയി. പലരെയും കണ്ടിട്ടില്ലേ, ഈ ജീവിതത്തിലും ബാല്യത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ ദൈവമുള്ളതുപോലെയൊക്കെ അഭിനയിച്ചങ്ങിരിക്കുക. ദൈവമുണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ അഭിനയിച്ച് എന്ത് വിഷയമൊക്കെ പാടിയിരിക്കുക. അവർക്ക് നന്നായി അറിയാം, പാസ്റ്റർക്ക് അറിയില്ലേലും, ഒരു പ്രവാചകൻ അറിയില്ലേലും അവർക്ക് നന്നായിട്ട് അറിയാം, അവരിൽ നിന്ന് തേജസ് പോയി, അവരിൽ നിന്ന് മഹത്വം പോയി. എങ്കിലും ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി ഞായറാഴ്ച വെള്ളയൊക്കെ ഇട്ട് വന്നിരുന്ന് പ്രകടനങ്ങളായി ആരാധന മാറുമ്പോൾ, അതുപോലെയാണ് ഹൗവ മനസ്സിലായി, അവൾ പാപം ചെയ്തു. ചെയ്യരുതെന്ന് പറഞ്ഞത്, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് അവൾ ഭക്ഷിച്ചപ്പോൾ അവളിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടു. ഈ തലമുറയിൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന ഈ പകൽക്കാല ദൂത് കൈമാറുമ്പോൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി കേൾക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നേഹത്തോടെ ഞാൻ പറയാ, ദൈവകൃപയെ നിന്നിൽ നിന്ന് അകറ്റുന്നതൊന്നിലോ നീ കൈ കൊടുക്കാൻ പോകരുത്. ദൈവകൃപയെ നിന്നിൽ നിന്ന് മാറ്റി നിർത്തുന്നതൊന്നിനോ അത് എത്ര വലിയ നന്മ തരാമെന്ന് പറഞ്ഞാലോ, ഈ പകൽക്കാലം ദൈവകൃപയെ വിട്ട്, ദൈവിക കൽപ്പന വിട്ടു പോകരുത്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവയ്ക്ക് മനസ്സിലായി, ഈ പഴം ഭക്ഷിച്ചു കഴിഞ്ഞ കണ്ണു തുറക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇവള് വിട്ടില്ല. ഇവള് നേരെ ഓടി ആദാമിനും കൊടുത്തു. ആദാമിൻ്റെയും കണ്ണു തുറന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഇരുവരും പാപം ചെയ്തു. ആരാ പാപം ചെയ്തത്? ദൈവത്തിൻ്റെ മക്കൾ പാപം ചെയ്തു. ദൈവത്തിൻ്റെ ഉദാഹരണമായ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തു. സൃഷ്ടിക്കപ്പെട്ട മാനവകുലത്തിൽ പാപം വെളിപ്പെടുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണ, മനുഷ്യൻ പാപം ചെയ്തു. അവർ നഗ്നരെന്നവർ തിരിച്ചറിഞ്ഞു. ആമേൻ. അവരിൽ നിന്ന് തേജസ്സിൻ്റെ വസ്ത്രം മാറ്റപ്പെട്ടു. അവരുടെ കണ്ണു തുറന്നു. അവർ നഗ്ന
നഗ്നരെന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കണം, പതിവ് പോലെ സാക്ഷാലുടയവൻ ഏദേൻ തോട്ടത്തിന് നടുവിൽ ഇറങ്ങി വന്ന് ആദാമിനെയും ഹവ്വയെയും നോക്കിയപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു വ്യത്യാസം. ഇവരെ കാണാനില്ല. പലരും പള്ളി വന്നിട്ട് മുങ്ങുന്നത് പോലെ ഇവരെ കാണാനില്ല. എത്ര നോക്കിയിട്ട് എത്ര പരിശ്രമിച്ചിട്ട് ഇവരെ കാണാനില്ല. ആദാമിനും ഹവ്വയ്ക്കും മനസ്സിലായി, ദൈവത്തിന്റെ അടുക്കൽ പോയാ നമ്മൾ എങ്ങനെ നിൽക്കുക, ദൈവത്തിന്റെ അടുത്ത് എന്തു പറഞ്ഞു പിടിച്ചു നിൽക്കുക. അതുകൊണ്ട് അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവർ ഒരു മരത്തിന്റെ മറവിൽ മറഞ്ഞു നിൽക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവ് സാക്ഷാൽ യഹോവയായ ദൈവം ഏദേനിലേക്ക് ഇറങ്ങി വന്നപ്പോ, മനുഷ്യൻ പാപം ചെയ്ത് നഗ്നരായി തീർന്നപ്പോ, മാനവകുലം മുഴുവന് ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങിയപ്പോ, ശ്രദ്ധിക്കേ, ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്ന് അകന്ന് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുമ്പോ, സാക്ഷാലുടയവൻ ഭൂമിയുടെ നെടുകയിൽ നിന്നുകൊണ്ട് ഏദേൻ തോട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആദാമിനെ നോക്കി ചോദിക്കുന്നൊരു ചോദ്യമാണ് നാം വായിച്ച കുറിവാക്യ. സാക്ഷാൽ യഹോവയായ ദൈവം ആദാമിനോട്, ആദാമേ നീ എവിടെ? ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീതിമാനായ ദൈവം പാപം ചെയ്ത മനുഷ്യനെ വിളിക്കുന്ന വിളിയ നാം കാണാൻ കഴിയുന്നത്. സ്നേഹത്തോടെ ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ഈ പകലും ദൈവം ചിലരെ വിളിക്കുക. ഉൽപ്പത്തിയിൽ ആദാമിനെ വിളിച്ചെങ്കിൽ ഈ മാർച്ച് മാസം 9-ാമത്തെ പകലിൽ ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവം ചിലരെ വിളിക്കുക. ഈ ആലയത്തിനകത്തിരിക്കുന്നവരും ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരും ഇനി കാണാൻ പോകുന്നവരും ഈ ദേശത്തിലുള്ള ചില ആദാമുമാരെ വിളിക്കുക. ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചിട്ട്, ദൈവത്തിൻ്റെ മന്മ അനുഭവിച്ചിട്ട് ദൈവത്തെ മറന്നുപോയ ചിലത്, പാപത്തിൻ്റെ കുഴിയിൽ വീണുപോയ ചില ആദാമാരെ, ചില മനുഷ്യരെ, ചില തലമുറകളെ ഈ പകൽ ദൈവം വിളിക്കുക. നീ ഇന്ന് പകൽ എവിടെയാണ്? നിന്റെ കുടുംബം എവിടെയാണ്? നിന്റെ തലമുറകൾ എവിടെയാണ്? വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്ക്. ഈ പകൽ ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു അമ്പ് കുത്തി കയറുന്നത് പോലെ ഈ ദൈവവചനം നിന്റെ ഹൃദയത്തിനകത്ത് കുത്തി കയറട്ടെ. ഈ പകൽക്കാലം ദൈവത്തോട് പറ, ഇന്ന് പകൽ അടിയന് ഇവിടെയുണ്ട് കർത്താവ്. പറ്റിപ്പോയി ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന് വിപരീതമായി, അങ്ങയുടെ ദൈവകൃപയ്ക്ക് വിപരീതമായി, അങ്ങയുടെ കൽപ്പനയ്ക്ക് വിപരീതമായി എൻ്റെ ജീവിതത്തിൽ ചിലത് സംഭവിച്ചു പോയെന്ന് ഈ പകൽക്കാലം ഏറ്റുപറയാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ, പ്രാർത്ഥന കുറഞ്ഞവർ, ആരാധന കുറഞ്ഞവർ, ദൈവിക കൽപ്പന വിട്ടുപോയവർ, വചനം പറയുന്നു ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരില്ല. അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെങ്കിൽ ഈ പകൽ കരുണ ലഭിപ്പാ. ഈ പകൽ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ പകൽ മടങ്ങിവാ. ഓ ശബാരധാര ഘടക അർത്ഥമാന ധുര ജല ഘടക വരാതല ഘടക അർത്ഥമാന ധൂരം ധാരം ധാരം ധാരം. വലിയൊരു ദൈവ സാന്നിധ്യം ഈ പകൽക്കാലം ഈ ഹോളിനകത്ത് മുഴങ്ങുകയാ, ഈ ഹോളിനകത്ത് മുഴങ്ങുക. ചിലരെ ദൈവം തൊടുകയാണ് ഈ പകൽക്കാലം. കൂടപ്പറപ്പ് സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ പകൽ ദൈവം നമ്മെ വിളിക്കുക. ദൈവം നമ്മെ വിളിക്കുക. നമ്മൾ എവിടെയായിരിക്കുന്നു? നമ്മുടെ പൊസിഷൻ എവിടെയാണ്? നമ്മുടെ ആയിരിക്കുന്ന സ്ഥിതി എങ്ങനെയാണ്? ഈ പകൽക്കാലം ഏദേൻ തോട്ടത്തിന്റെ മടവിൽ നിന്ന് മാനവകുലത്തെ എൻ്റെ ദൈവം വിളിക്കുകയാണ്. ആദാമിനെ നോക്കി ദൈവം വിളിക്കുക, ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ? ഈ പകൽക്കാലം ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മറച്ചു പിടിക്കാതെ ദൈവത്തിന്റെ മുൻപിൽ സകലതും ഏറ്റു പറഞ്ഞിട്ട് ദൈവിക കരുണയിൽ ഇന്ന് പകൽക്കാലം കയറി പിടിക്കുക. ഈ പകൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ഈ പകലൊന്ന് മടങ്ങി വാ. വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം, ആദാമേ നീ എവിടെ?
അതിന് പിന്നിൽ ഒത്തിരി മർമ്മങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം, ദൈവമാക്കി വെച്ചൊരു പൊസിഷനുണ്ട്, ദൈവമാക്കി വെച്ചൊരു സ്ഥാനമുണ്ട്, ദൈവം നൽകിയൊരു അധികാരമുണ്ട്, ദൈവമാക്കി വെച്ചൊരു മാന്യതയുണ്ട്. ഇന്ന് പകൽക്കാലം പാപം ചെയ്തവൻ അതിന്നെല്ലാം വീണുപോയി. ഈ പകൽക്കാലം എത്ര തുഴഞ്ഞിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര മുട്ടയിലിരുന്നിട്ട് എത്ര തുള്ളിയിട്ടും എത്ര ചാടിയിട്ട് കുടുംബത്തിനകത്തൊന്നും നടക്കുന്നില്ലെങ്കിൽ, ഭാവിക്കകത്തൊന്നും നടക്കുന്നില്ലെങ്കിൽ, എത്ര ചിന്തിച്ചിട്ട് ഉപജീവനത്തിനകത്ത് ഒരു വിടുതലും കാണുന്നില്ലെങ്കിൽ, ഈ പകൽക്കാല ഒന്ന് ചിന്തിച്ചു നോക്കണ. ദൈവമാക്കി വെച്ച പൊസിഷനകത്ത് നീയുണ്ടോ? ദൈവമാക്കി വെച്ച അധികാരത്തിനകത്ത് നീയുണ്ടോ? ദൈവം തന്ന സാന്നിധ്യത്തിനകത്ത് നീയുണ്ടോ? ദൈവമാക്കി വെച്ച ഇടത്ത് നീയുണ്ടോ? ഇല്ലെങ്കിൽ ഈ പകൽ ദൈവം എന്നെ വിളിക്കുകയാണ്. Where are you? നീ എവിടെയാണ്? പള്ളിയിലുണ്ടോന്നല്ല, പ്രസംഗിക്കാനുണ്ടോന്നല്ല, പ്രവചിക്കാനുണ്ടോന്നല്ല, അനാദിയിൽ ദൈവമാക്കി വെച്ചൊരിടമുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കരുതിയൊരിടമുണ്ട്. ഈ പകൽ അവിടെ നമ്മളുണ്ടോ പ്രിയരെ? അവിടെ നമ്മളുണ്ടോ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിലാണെന്ന് തോന്നുന്നു പൗലോസ് പറയുന്നൊരു പദമുണ്ട്, കർത്താവ് എന്നെ വിളിച്ച വേല. കർത്താവ് എന്നെ വിളിച്ച വേല, കർത്താവ് എന്നെ വിളിച്ച വേല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഓരോ ആഴ്ചയിലും ഓരോ ഇടത്ത് പറന്നിറങ്ങണം, ഓരോ ആഴ്ചയിലും ഓരോ ഇടത്ത് പറന്നിറങ്ങണം, ഓരോ രാജ്യങ്ങളുടെ നന്മകൾ വാരണം, പോക്കറ്റ് നിറയ്ക്കണം, തിരിച്ചു വരണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ പൗലോസ് പറയുന്നുണ്ട്, ദൈവം എന്നെ വിളിച്ച വേല, ദൈവം എന്നെ വിളിച്ച വേല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻ്റെ പ്രാർത്ഥന അതാണ്. കഴിഞ്ഞ ദിവസവും ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ട്രിവാൻഡ്രത്തുള്ളതല്ലേ, അത്യാവശ്യം പേര് കേട്ട ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുമ്പോൾ, ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ ലൈവ് ഞങ്ങൾ കാണാനുണ്ട്, നിങ്ങളുടെ പ്രസംഗം എനിക്കൊത്തിരി അനുഗ്രഹമാണ്, ഞാൻ ശുശ്രൂഷയിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇമ്പാക്റ്റുകൾ ചലിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, എൻ്റെ ചോദ്യം, ദൈവം വിളിച്ചത് ഇതിനാണോ? ഹല്ലേലൂയ. ദൈവം വിളിച്ചത് ഇതാ ഈ വേല ചെയ്യാനാണോ? ദൈവം വിളിച്ചത് ഈ പാളയത്ത് ഇങ്ങനെ ഒരു ആലയം തുടങ്ങാനാണോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കഴിഞ്ഞ ചില മാസങ്ങളായി മീറ്റിംഗ് പോലും എടുക്കാതെ ഞാൻ എൻ്റെ റിസർച്ചുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ കോളേജിൽ നിന്ന് ഒരു ദൈവദാസൻ എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ മുഖാന്തരം എനിക്കൊരു ഓഫർ വന്നു, ഒരു ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളായിരിക്കാൻ. ഞാൻ അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ചിന്ത, എല്ലാവരും പറഞ്ഞപ്പോൾ കൈയടിച്ചു, കയറ് കയറ് കയറ്. ഹലോ, എൻ്റെ ചിന്ത, കർത്താവേ നീ എന്നെ അതിനെ വിളിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ പേര് കാണുമായിരിക്കാം. ഹലോ, ഇപ്പം പാസ്റ്റർ സബിനാണ്, നാളെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് സാറും കൂടെ ചേരുമായിരിക്കാം. പക്ഷെ എൻ്റെ ചിന്ത, കർത്താവേ നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം വിളിക്കാത്തതൊന്നിലും കൈവയ്ക്കരുത്, ദൈവം തിരഞ്ഞെടുക്കാത്തതൊന്നിലും കൈവയ്ക്കരുത്. ദൈവമാക്കി വെച്ചെടുത്ത് നമ്മളുണ്ടോ? ആദാമേ നീ എവിടെ? ഒരു നാൾ കർത്താവ് വരും കേട്ടോ, യജമാനൻ വരും, അവൻ തന്ന താലന്തുകൾ നമ്മോട് മടക്കി ചോദിക്കും. അമ്മ വിശ്വസ്തനെ, അമ്മ വിളി കേട്ടില്ല എങ്കിൽ ബൈബിളിലെ ആദ്യത്തെ ചോദ്യം മാനവകുലത്തെ പിടിച്ചു കുലുക്കുന്നതാ, ഈ തലമുറയിലെ ഏറ്റവും പ്രാധാന്യമുള്ളതാ. രാവിലത്തെ സെക്കൻഡിൽ അവിടുത്തെ ആരാധനയിടത്ത് ഞാൻ പറഞ്ഞു, മനോരമയിൽ കിടക്കുന്നു,
ഒരു മാസം കൊണ്ട് 70 കൊലപാതകം കേരളത്തിൽ. അതിനകത്ത് എത്രയോ പെന്തക്കോസ്ത് കുടുംബങ്ങൾ. ഹലോ, ഹല്ലേലൂയ. അപ്പൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ മടിക്കാത്തൊരു തലമുറ, അമ്മയുടെ കഴുത്തറുത്തു കൊല്ലാൻ മടിക്കാത്തൊരു തലമുറ. ഈ തലമുറയിൽ നിന്നുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവമാക്കി വച്ചെടുത്ത് നമ്മളുണ്ടോ? ദൈവമാക്കി വെച്ച നന്മകളുടെ നടുവിൽ നമ്മളുണ്ടോ? ദൈവമാക്കി വെച്ച പൊസിഷനിൽ നമ്മളുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം ഒരു നാൾ വിളിക്കും കേട്ടോ. ദൈവം ഒരു നാൾ വിളിക്കും കേട്ടോ. ആമേൻ. അന്ന് നമ്മുടെ മുട്ടിടിക്കരുത്. അമ്മ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വിളിക്കുമോ ആമേ ഒളിച്ചു പിടിക്കാൻ ഒന്നും കാണില്ല. ഈ പകൽക്കാലം നിങ്ങളെ മറയ്ക്കാൻ എനിക്ക് 100 കാര്യം കാണാം. ആമേ എന്നെ മറയ്ക്കാൻ നിങ്ങൾക്ക് 100 കാര്യം കാണാം. പക്ഷെ ദൈവം വിളിച്ച അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നമുക്കൊന്നും മറയ്ക്കാൻ കാണില്ല. ആദാമിന് മനസ്സിലായി, ദൈവം വിളിക്കുക, ഇനി ഒന്നും മറയ്ക്കാനില്ല. നഗ്നനായ ആദാമ ദൈവത്തോട് പറയുന്ന പദമൊക്കെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ കാണുന്നു, യഹോവേ ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളിപ്പോൾ നഗ്നരാണ്, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളിപ്പോൾ നഗ്നരാണ്. വചനം ഇങ്ങനെ പറയുന്നു, അവർ ചെയ്ത പാപം അവർ സമ്മതിക്കുന്നില്ല. ഏറ്റവും വലിയ പരാജയം എന്തെന്നറിയാമോ? നമ്മൾ ചെയ്തൊരു തെറ്റ് ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ, നമ്മൾ ചെയ്ത ഒരു തെറ്റ് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കി തന്നാൽ, അത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം, അത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നടക്കാനുള്ള ബോധ്യം ഇല്ല എങ്കിൽ വലിയ പരാജയമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 10 വർഷമായി ഞാൻ ഈ ദൈവത്തെ പ്രസംഗിക്കുന്നു. അനേകം വേദികളിൽ അനേക ഇടങ്ങളിലൊക്കെ കർത്താവ് നിർത്തി. പക്ഷെ പ്രസംഗിക്കുമ്പോഴും അടുത്തു വന്ന് പ്രാർത്ഥിക്കുമ്പോഴും സ്നേഹത്തോടെ അവരോട് ചില ക്രമീകരണങ്ങളുടെ പദങ്ങൾ പറയുമ്പോൾ അവരുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്ത് നീരസം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആമേൻ, നീതിമാന്റെ ശാസന അത് തലയ്ക്കെണ്ണയാണ്, അത് തലയ്ക്കെണ്ണയാണ്. അമ്മ വഴക്ക് പറഞ്ഞാൽ, അപ്പൻ വഴക്ക് പറഞ്ഞാൽ, സഭയിലെ ദൈവദാസന്മാർ വഴക്ക് പറഞ്ഞാൽ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. നമ്മിലുള്ള തെറ്റുകൾ പരിഹരിക്കപ്പെടണം. വചനം പറയുന്നു, ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരില്ല. അത് ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നമ്മളെല്ലാവരും ഏറ്റു പറയാറുണ്ട്, പക്ഷെ ഉപേക്ഷിക്കാറില്ല. എവിടെ ലംഘനത്തെ ഉപേക്ഷിക്കുമോ, എവിടത്തെ പാപത്തെ ഉപേക്ഷിക്കുമോ, അവിടെയാണ് ദൈവിക കരുണ വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവിക മഹത്വം വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ആണ്ടേ ആദാമിന് വേണ്ടിയുള്ളതെല്ലാം കരുതിയ ദൈവം. ആദാമും പാപം ചെയ്ത് ദൈവ തേജസ് വിട്ടുപോയപ്പോൾ, ആദാമിനെ വിളിച്ചപ്പോൾ ആദാം കർത്താവിനോട് പറയുന്ന കേട്ടോ, ആമേ കർത്താവേ, ഞാനല്ല പാപം ചെയ്തേ, എൻ്റെ കൂടെ ഇരിക്കാൻ നീ തന്ന അമ്മേ, എൻ്റെ ഭാര്യ എനിക്ക് തിന്മാൻ തന്നു ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമല്ല പാപം ചെയ്ത്, ഹൗവയാണ് പാപം ചെയ്തേ. കർത്താവ് ഹൗവയെ നോക്കിയപ്പോൾ ഹൗവ തിരിച്ചടിക്കുക, കർത്താവേ ഞാനല്ല, നീ സൃഷ്ടിച്ചൊരു പാമ്പില്ലേ, പാമ്പ് പറഞ്ഞു ഞാനത്. ആമേ, ഇന്ന് പകൽക്കാലം തെറ്റ് ചെയ്തിട്ട് ആമേ എൻ്റെ കൂട്ടുകാരൻ ചെയ്തത് കൊണ്ട്, എൻ്റെ കൂട്ടുകാർ ചെയ്തത് കൊണ്ട്, എൻ്റെ കുടുംബക്കാർ ചെയ്തത് കൊണ്ട്, എൻ്റെ അടുത്തിരിക്കുന്ന പാടുന്ന പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന വ്യക്തി ചെയ്തതുകൊണ്ട്, പാസ്റ്റർ ചെയ്തതുകൊണ്ട്, വിശ്വാസി ചെയ്തതുകൊണ്ട് ഞാനും ചെയ്തുവോ എന്ന് പറഞ്ഞാൽ കാര്യം അവിടെ നടക്കത്തില്ല. അവിടെ വചനം പറയുന്നു എക്സ്ക്യൂസുകളൊന്നും നടക്കത്തില്ല. ആദാമിനെ വിളിച്ച ദൈവം ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു, കർത്താവെ പറ്റിപ്പോയെന്ന് കർത്താവിൻ്റെ പാദത്തിലൊന്ന് വീണ് കരഞ്ഞിരുന്നെങ്കിൽ, ആമേ ആമേ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊന്നും അനുഭവിക്കണ്ടായിരുന്നു. മനസ്സിലായില്ല? ആമേ, വലിയപ്പച്ചനായ ആദാം പാപം ചെയ്തതാ. ഇന്ന് കാണുന്ന ക്രൂരതകളെല്ലാം നടക്കാനുള്ള കാരണം ഇന്ന് പകൽ ശ്രദ്ധിച്ചേ. ആദാം ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അനുദപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മാനവകുലത്തിൻ്റെ ചരിത്രം വേറെ ആയേനെ. എന്തുമായിക്കൊള്ളട്ടെ, ആദാം പാപം ചെയ്തു. ആദാമിനെ ദൈവം ചോദിക്കുക, നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ പൊസിഷനിൽ നിന്ന് വീണുപോയി. അവൻ ദൈവമാക്കിയെടുത്തുനിന്ന് വീണുപോയി. അവൻ ഏദേനിൽ നിന്ന് വീണുപോയി എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോ എന്റെ ദൈവം തന്നെ ചെയ്തു കേട്ടോ. ദൈവം അവനെ ദൈവത്തിന്റെ കരുതലിന്റെ ഇടമായ ഏദേനിൽ നിന്ന് പുറത്തു കളഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. എന്റെ ദൈവത്തിന്റെ പ്രത്യേകതയുണ്ട്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഹലോ, ദീർഘക്ഷമയുള്ളവനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മടങ്ങി വരുമെന്ന് നോക്കി കർത്താവ് ഇരിക്കും. പക്ഷേ ദൈവിക പദ്ധതിക്കകത്ത് നമ്മൾ വന്നില്ലെങ്കിൽ പ്രിയരെ, നമ്മളെ ദൈവം പുറന്തള്ളിക്കളയും. ഞാനിങ്ങനെ പറയാറുണ്ട്, സബിൻ പാസ്റ്റർ പ്രസംഗിക്കാനില്ലെങ്കിൽ 1000 അഭിഷിക്തന്മാർ ഈ പാളയത്തിൻ്റെ നടുവിൽ പ്രസംഗിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ആരാധിക്കാനോ, നിങ്ങൾ പാടാനോ, നിങ്ങൾ സ്തുതിക്കാനോ, നിങ്ങൾ സ്തോത്രം ചെയ്യാനോ നിങ്ങളില്ലെങ്കിൽ 1000 ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കാ, വഴികളെ തുറക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. നഷ്ടം നമുക്ക് മാത്രമാണ്. ഇന്ന് പകൽ അടുത്തിരിക്കുന്നവർക്ക് നഷ്ടമില്ല. നിന്റെ കാലൊന്നു പോയാൽ ആർക്കാ നഷ്ടം? ഹലോ, നമുക്കാ നഷ്ടം. നമ്മുടെ കൈയൊന്നു പോയാൽ ആർക്കാ നഷ്ടം? നമുക്കാ നഷ്ടം. ജീവൻ പോയാൽ ആർക്കാ നഷ്ടം? നമുക്കാ നഷ്ടം. അവര് പറയും, അയ്യോ എന്നെ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു, ഹലോ എല്ലാം അങ്ങ് പോയല്ലോ. ഇത്രയുള്ളൂ മനുഷ്യർ. ഒറ്റ വാക്കിൽ നിന്റെ ജീവിതത്തെ അവർ അവസാനിപ്പിക്കുക. അത് തീർത്തുകളയും, നിന്റെ ഓർമ്മയെ തീർത്തുകളയും. ഇന്ന് പകൽ മനുഷ്യ, നീ തകർന്നാൽ നിനക്കാണ് നഷ്ടം. അവിടെ നിന്നാണ് മാനവകുലത്തെ വിളിക്കുന്നത്, ആദാമേ നീ എവിടെ? ഈ പകലും ഈ ആരാധനയുടെ ഇന്നു പകലിലും ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, വേറെ ആയു? നിങ്ങളെവിടെയാണ്? നിങ്ങളായിരിക്കുന്ന മേഖല എവിടെയാണ്? ദൈവമാക്കി വച്ചെടുത്തുണ്ടോ? ദൈവം കരുതിയെടുത്തുണ്ടോ? അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പ് ദൈവമാക്കി വെച്ച ഒരിടമില്ലേ? അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലേ ദൈവം വിളിച്ചത്? ആ പദ്ധതിക്കകത്ത് നമ്മളുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവത്തോട് പറയണം, ഹലോ, ആ മുടിയനായ പുത്രൻ മടങ്ങി വന്ന് അപ്പനെ ദൂരവേ കണ്ടപ്പോൾ അപ്പൻ ചേർത്ത് പിടിച്ചപ്പോൾ അപ്പനോട് പറയാൻ അവൻ ആഗ്രഹിച്ചൊരു പദമുണ്ട്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യതയില്ല. നിന്റെ വേലക്കാരിൽ ഒരുവനായി എന്നെ കാണണമേ എന്നൊരുവൻ പറഞ്ഞപ്പോൾ വചനം പറയുന്നു, അവന് വേലക്കാരനായിട്ടല്ല, കുടുംബത്തിലുള്ള മകനേക്കാൾ മാന്യതയുള്ളവനായി കണ്ടവനാണ് അപ്പൻ. അതുപോലെയാണ് ഇന്ന് പകൽ പുതുനിയമത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന, കാൽവറി വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു രക്ഷയുണ്ട്. ആമേൻ. ഒന്നാമത്തെ ആദാം പാപത്താൽ വീണപ്പെട്ട് ഏദേനിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ വചനം പറയുന്നു, ഒടുക്കത്തെ ആദാം കാൽവറിയുടെ ഗിരിമകളിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ഊറ്റപ്പെട്ടപ്പോ ആമേൻ, ഇന്നു പകൽക്കാലം നമുക്ക് വേണ്ടി തുറന്ന നിത്യമായൊരു ഏദേനുണ്ട്, നിത്യമായൊരു സ്വർഗമുണ്ട്. അവിടേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നാം കുറിവാക്യം വായിച്ചത് ഉൽപ്പത്തി പുസ്തകമാ.
പക്ഷേ യോഹന്നാൻ പത്മോസിൽ വെളിപ്പാട് എഴുതുമ്പോൾ കാണുന്നത് കേട്ടോ. ആമേ, വചനം ഇങ്ങനെ പറയുന്നു, ഉൽപ്പത്തിയിൽ പറയുന്നു, ആമേ, ഉൽപ്പത്തിയിൽ മരണം വെളിപ്പെട്ടതായി പറയുന്നു, മരണം ഈ ഭൂമിയിൽ വെളിപ്പെട്ടതായി പറയുന്നു. പക്ഷേ യോഹന്നാൻ വെളിപ്പാടിൽ പറയുന്നു, ഇനി മരണമുണ്ടാകയില്ല. ഉൽപ്പത്തിയിൽ കണ്ണുനീരിനെ പറ്റി പറയുന്നു. ആമേൻ. അവിടെ വാമേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നിങ്ങളുടെ കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീരെല്ലാം പൂർണ്ണമായി തുടച്ചു മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ പാപത്തെ പറ്റി പറയുമ്പോൾ, ഉൽപ്പത്തിയിൽ ശാപത്തെ പറ്റി പറയുമ്പോൾ, ഉൽപ്പത്തിയിൽ രോഗത്തെ പറ്റി പറയുമ്പോൾ, ഇതൊന്നും നിത്യതയില്ല. ഹലോ, അവിടെ ഒന്നുമില്ല. കാരണം ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ സകലതും മാറ്റി, സകലതും മാറ്റി. ആദാമിനോട് ചോദിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പാപം ചെയ്തു ഓടി ഒളിച്ചപ്പോൾ, ആമേ, കാൽവറിയുടെ ഗിരിമുകളിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിനോട് പിതാവായ ദൈവം ഒരിക്കൽ ചോദിച്ചു, എൻ്റെ ജനത്തെ രക്ഷിക്കാൻ ആര് പോകും? ആര് പോകുക? എൻ്റെ മാനവകുലത്തെ രക്ഷിക്കാൻ ആര് പോകുക? നീതിമാന്റെ രക്തം അവിടെ ഊറ്റപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം അങ്ങനെ പിതാവായ ദൈവം പറഞ്ഞപ്പോൾ പുത്രനായ ക്രിസ്തു പറഞ്ഞു, ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. സ്വർഗത്തോളമുള്ള മഹത്വത്തെ വെടിഞ്ഞിട്ട് ദാസരൂപമെടുത്ത് തന്നെത്താ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് ആമേ ക്രൂശിലെ മരണത്തോട് എന്നുള്ളവനായി തീർന്നു. ആദ്യത്തെ ആദാമിൽ നഷ്ടപ്പെട്ടത് അനുസരണമാണെങ്കിൽ, ഒടുക്കത്തെ ആദാമിൽ ആമേ ക്രൂശിലെ മരണത്തോട് അവൻ അനുസരണമുള്ളവനായി മാറി. അവന്റെ അനുസരണത്താൽ, അവന്റെ ക്രൂശ് മരണത്താൽ പാപം നമ്മിൽ വെളിപ്പെട്ട പാപത്തെ അവൻ കാഴ്കീഴിലാക്കി അവൻ നമുക്ക് ജയം നൽകി. ഈ പകൽ ദൈവാത്മാവ് വിളിക്കുക. എന്തിന്? നമ്മുടെ സ്ഥാനം തിരിച്ചറിഞ്ഞൊന്നൊരു മടങ്ങി വരവിന് വേണ്ടി. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ആമേൻ. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാമോ? ഈ പകൽക്കാലം കർത്താവ് വിളിക്കുകയാണ് കേട്ടോ. ആദാമിനെ വിളിച്ചതുപോലെ നമ്മെ വിളിക്കുകയാണ്. ആദാമേ, നീ എവിടെ? ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാമോ? കർത്താവേ, ഈ പകൽക്കാലം അങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരമെന്ത്? എൻ്റെ കുടുംബത്തിൻ്റെ നിലവാരമെന്ത്? എൻ്റെ സഭയുടെ നിലവാരമെന്ത്? എൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവാരമെന്ത്? ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തപ്പെടട്ടെ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർന്നിരിക്കട്ടെ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർന്നിരിക്കട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, കർത്താവേ, ഈ പകൽ ഒന്ന് മടങ്ങി വരാമോ? മടങ്ങി വന്നാൽ നിന്റെ കരത്തിൽ അവൻ അധികാരത്തെ കൈമാറും. അപ്പനിൽ നിന്ന് ഓടി അകന്ന മകന് മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവന്റെ കരത്തിൽ അവേ മോതിരമണിയിച്ചു. അർത്ഥമെന്ത്? അവനിൽ നഷ്ടപ്പെട്ടു പോയ വീണ്ടെടുപ്പ് തിരിച്ചു നൽകി. അവനെ വീണ്ടെടുക്കുകയാണ്, അവനെ റെഡീം ചെയ്യുകയാണ്. ആമേൻ. അവനെ വീണ്ടെടുക്കുകയാണ്. എങ്ങനെ വീണ്ടെടുത്തോ? അധികാരത്തോടെ വീണ്ടെടുക്കുക. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, ഒത്തിരിയോടി അങ്ങേ വിട്ട് പല വഴികളും ഞാൻ തേടി, പല വാതിലുകളും ഞാൻ പൊട്ടി, അങ്ങേ വിട്ട് എനിക്കിനി ഓടാൻ കഴിയില്ല. അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ പ്രാർത്ഥിക്കാൻ കഴിയും.